ശ്രീ ആർ വി ബാബു, ഗസയിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്നു. അവരുടെ ചോരയുടെ മണമുള്ള വസ്ത്രങ്ങൾ ടാറ്റയുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങരുത്. ഇത്തരത്തിലുള്ള നറേറ്റീവുമായി എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അല്ല, ഈ പ്രചരണങ്ങൾക്കൊന്നും വലിയ ആയുസില്ല. ജനങ്ങൾ തള്ളിക്കളയും. കാരണം ഇവരുടെ കാപട്യം ഇന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. പഴയ കാലമല്ല, പുതിയ കാലം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്ന, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഓരോ ചോദ്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ആരിഫ് അടക്കം അല്ലെങ്കിൽ ജാമിദ ടീച്ചർ, വിപിനൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അവർക്കിത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണെന്നേ. മുമ്പ് പറഞ്ഞ കള്ളത്തരങ്ങൾ ഇപ്പോൾ അങ്ങനെ തന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ കൺമുമ്പിൽ കാണുകയല്ലേ. ഞാനിവിടെ പറയാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തെ നേരിടുന്നതിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ കൺമുമ്പിലുള്ളത് ഇസ്രായേലാണ്. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ ഭീകരവാദത്തെ ഈ ഞഞ്ഞാപിഞ്ഞ ഭാഷയിൽ എതിർത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അതിൻ്റെ പത്തിക്കടിച്ച് അതിനെ വേരോടെ പിഴുത് കളയണം. അതിൽ യാതൊരു സംശയമില്ല. അവിടെ കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ് എന്നുള്ള ഈ പറയുന്ന വിക്ടിം വാദം കൊണ്ടുവന്ന്, ഇരവാദം കൊണ്ടുവന്ന് ന്യായീകരിച്ച് എല്ലാ കാലഘട്ടത്തിലും ഈ ഭീകരവാദികൾ ഉയർത്തുന്ന ഇത്തരം വിക്ടിമൈസേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഞങ്ങൾ ഇരകളാണ് എന്നുള്ള കരച്ചിൽ, ആ കരച്ചിൽ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് അതിനെ ഒന്നും വകവയ്ക്കാതെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. മറ്റൊരു രാജ്യം ഞാൻ കാണുന്നത് ചൈനയാണ്. ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനം എന്നൊക്കെ പറഞ്ഞ് മസ്ലിബ് പിടപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് ഷിൻജിയാങ് പ്രദേശത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മിണ്ടാത്തത്? എന്താണ് മിണ്ടാത്തത്? കാരണം അതിന് മിണ്ടാൻ പറ്റില്ല. കാരണം ചൈനയുടെ ഫണ്ടും കൂടി വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈന, അവർക്കറിയാം ഇത് പാഷാണമാണ്, ഇത് അങ്ങേയറ്റം കാളകൂട വിഷമാണ്, ഈ സാധനത്തിനെ ഒരു കാരണവശാലും, കാരണം ലോക മാനവരാശിക്കുമേൽ പതിച്ചിട്ടുള്ള ഒരു അശനിവാദമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം. ലോക മാനവരാശിയുടെ സമാധാനത്തിനും ശാന്തിക്കും നേരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇസ്ലാം സമാധാനമാണെന്നൊക്കെ പറയാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് അസമാധാനമായതുകൊണ്ടും ഭീഷണി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ചൈന അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അതുകൊണ്ട് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ പത്തിക്കടിച്ച് അവിടെ മുഹമ്മദ് എന്നുള്ള പേര് പോലും ഇടാൻ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ അനുവാദമില്ലാതെ അവിടുത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ അടിമവേല ചെയ്യിപ്പിക്കുന്ന ചൈനയെക്കുറിച്ച് ഇവർക്ക് ഒരക്ഷരം മിണ്ടാനില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടില്ല. കാരണം ചൈനയാണല്ലോ, ചൈനയാണെങ്കിൽ ചങ്കിലാണ്. അപ്പോൾ ചങ്കിൽ ചൈന ഉള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിന് ഇടതുപക്ഷക്കാർക്കും അതിനെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ചൈനയും ഇസ്രായേലും, പിന്നെ റഷ്യയുണ്ട് ഒരു പരിധിവരെ, റഷ്യയും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യൂറോപ്യൻ കൺട്രീസൊക്കെ അതിന് സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ചും അല്ലെങ്കിൽ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരനുഭവിക്കുകയാണ്. ഫ്രാൻസ് അനുഭവിക്കുന്നു, UK അനുഭവിക്കുന്നു, അമേരിക്ക അനുഭവിക്കുന്നു. ഇവരൊക്കെ ഈ ജനാധിപത്യ മതേതരത്വം ഒന്നും ചൈന പറയാൻ തയ്യാറില്ല, ഈ ജനാധിപത്യ മതേതരത്വം ഒന്നും ഇസ്രായേൽ പറയാൻ തയ്യാറില്ല എന്ന് ഇത് പറഞ്ഞ് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് ഭാരതം നിർത്തുന്നോ അന്ന് മാത്രമേ ഭീകരവാദത്തിൽ നിന്ന് ഭാരതത്തിന് മോചനമുള്ളൂ. ഇതുപോലുള്ള ആളുകളെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യണം, സർക്കാർ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഇന്ത്യയിൽ ഭീകരവാദത്തിനെ, ഇപ്പോൾ പഹൽഗാമിനെ തിരിച്ചടിയായിട്ട് ചൈന പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചില്ലേ, ഇതേപോലെ തന്നെ ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാവോയിസ്റ്റ് ഭീകരന്മാരെ കൈകാര്യം ചെയ്ത മാതിരി ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഇന്ത്യ എന്നുള്ളത് ഒരു സമാധാനത്തിൻ്റെ രാജ്യമായിട്ട് നിലനിൽക്കൂ എന്നുള്ളത് ഞാൻ തുറന്നു പറയേണ്ടി വരികയാണ്. കാരണം അത്രമാത്രം വലിയ അപകടം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ നേരിടുകയാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളാണ് അവർ.